നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് വന്നിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സെറ്റിങ്സാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ അറിഞ്ഞു വെക്കണം. നമ്മളെല്ലാം ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വാട്സപ്പിനകത്തുള്ള ഈ പുതിയ അപ്ഡേറ്റ് നിങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. ആ ഫീച്ചർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഏത് വ്യക്തിക്കാണോ മെസ്സേജ് അയക്കുന്ന ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് അയാളെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പുതുതായിട്ടൊരു സെറ്റിങ്സ് അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി എന്നുള്ള ഒരു സെറ്റിങ്സ്. ഈ അഡ്വാൻസ് സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവസാനം അഡ്വാൻസ് ചാറ്റ് പ്രൈവസി എന്നുള്ള ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് ഇത്ര മാത്രം ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ വായിച്ച് നോക്കിയാൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നിങ്ങൾ ഇത് ഓൺ ചെയ്ത് അയാൾക്കൊരു മെസ്സേജ് അയച്ചു കൊടുത്താൽ അയാൾക്കത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് സേവ് ചെയ്യാനോ അയാളുടെ ഗാലറിയിൽ സേവ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഇതൊരു പ്രൈവസി സെറ്റിങ്സാണ്, ചാറ്റ് പ്രൈവസിയാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്, ചാറ്റുകൾ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. അതിനും സാധിക്കില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നമ്മുടെ ഗാലറിയിൽ സേവ് ആകില്ല. മാത്രമല്ല ഇതൊരിക്കലും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചാറ്റ് എക്സ്പോർട്ട് വിൽ ബി ഡിസേബിൾഡ്. നമ്മുടെ ചാറ്റ് എക്സ്പോർട്ട് ചെയ്ത് സൂക്ഷിക്കുന്നതൊക്കെ ഡിസേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം, ഇത് നമ്മളിങ്ങനെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചാൽ അയാൾ അവർക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്നുള്ള ഒരു പ്രശ്നം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് അടുത്ത അപ്ഡേറ്റിൽ തന്നെ വാട്സപ്പ് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ആ മെസ്സേജ് സാധിക്കും, പക്ഷേ ഷെയർ ചെയ്യാനോ ഗാലറിയിൽ സേവ് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനൊന്നും സാധിക്കില്ല. സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് വാട്സപ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കും. അടുത്ത അപ്ഡേറ്റിൽ വാട്സപ്പ് അത് പരിഹരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഇപ്പോൾ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത അപ്ഡേറ്റിൽ കൂടുതൽ ഫീച്ചറുകളായിട്ട് വാട്സപ്പ് വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.